പ്രിയമുള്ളവരെ, വചനജ്വാല 1300 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് 23 ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ ഞായറാഴ്ച ഇന്ന് വചനജ്വാല 1300 എപ്പിസോഡിൽ എത്തി നിൽക്കുകയാണ്. ദൈവത്തിന് 1000 നന്ദി. ഇതുവരെ ഒരു മുടക്കവും കൂടാതെ എല്ലാ ദിവസവും ഓരോ ദിവസത്തെ അനുദിന വിശുദ്ധരെ ചേർത്ത് ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ എത്തിക്കാൻ ഓരോ പുലർക്കാലങ്ങളിലും നിങ്ങളിൽ എത്തിക്കാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എന്നെ ഈ കാര്യത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിച്ച എല്ലാവരോടുമുള്ള നന്ദിയും ഇതോടൊപ്പം അറിയിക്കുന്നു. എല്ലാ മഹത്വവും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വചന വായനയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് 71 സങ്കീർത്തനം 11 മുതൽ 24 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ദൈവം പരിത്യജിച്ചിരിക്കുന്നു, പിന്തുടർന്ന് അവനെ പിടികൂടുവിൻ, അവനെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു. ദൈവമേ, എന്നിൽ നിന്ന് അകന്നിരിക്കരുത്. എൻ്റെ ദൈവമേ, എന്നെ സഹായിക്കാൻ വേഗം വരേണമേ. എന്നെ കുറ്റം പറയുന്നവൻ ലജ്ജിക്കുന്നവയും സംഹരിക്കപ്പെടുകയും ചെയ്യട്ടെ. എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നവരെ നിന്ദനവും ലജ്ജയും മൂടട്ടെ. ഞാൻ എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കും, അങ്ങയെ മേൽക്കുമേൽ പുകഴ്ത്തുകയും ചെയ്യും. എൻ്റെ അധരങ്ങൾ അങ്ങയുടെ നീതിപൂർവവും രക്ഷാകരവുമായ പ്രവൃത്തികൾ പ്രഘോഷിക്കും. അവ എൻ്റെ അറിവിന് അപ്രാപ്യമാണ്. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും. ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും. ദൈവമേ, ചെറുപ്പം മുതൽ അങ്ങ് എന്നെ പരിശീലിപ്പിച്ചു. ഞാനിപ്പോഴും അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ പ്രഘോഷിക്കുന്നു. ദൈവമേ, വാർദ്ധക്യവും നരയും ബാധിച്ച എന്നെ പരിത്യജിക്കരുത്. വരാനിരിക്കുന്ന തലമുറകളോട് അങ്ങയുടെ ശക്തി പ്രഘോഷിക്കാൻ എനിക്ക് ഇടയാക്കണമേ. ദൈവമേ, അങ്ങയുടെ ശക്തിയും നീതിയും ആകാശത്തോളം എത്തുന്നു. ദൈവമേ, വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? ദാരുണമായ കഷ്ടതകൾ അവിടുന്ന് എനിക്ക് വരുത്തി, എങ്കിലും അവിടുന്ന് എനിക്ക് നവജീവൻ നൽകും. ഭൂമിയുടെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എന്നെ കരകയറ്റും. അവിടുന്ന് എൻ്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും എന്നെ വീണ്ടും ആശ്വസിപ്പിക്കുകയും ചെയ്യും. എൻ്റെ ദൈവമേ, അങ്ങയുടെ വിശ്വസ്തത നിമിത്തം ഞാൻ അങ്ങയെ വീണ വായിച്ചു പുകഴ്ത്തും. ഇസ്രായേലിന്റെ പരിശുദ്ധനായവനെ കിന്നരം മീട്ടി ഞാൻ അങ്ങയെ സ്തുതിക്കും. ഞാൻ അങ്ങയെ പ്രകീർത്തിക്കുമ്പോൾ എൻ്റെ അധരങ്ങളും അങ്ങ് രക്ഷിച്ച എൻ്റെ ആത്മാവും ആനന്ദം കൊണ്ട് ആർത്തു വിളിക്കും. എൻ്റെ നാവ് അങ്ങയുടെ നീതിപൂർവകമായ സഹായത്തെ നിരന്തരം പ്രഘോഷിക്കും. എന്നെ ദ്രോഹിക്കുന്നവർ ലജ്ജിതരും അപമാനിതരും ആയിത്തീരുന്നു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള സഭയിൽ ഇന്ന് മോഗ്രോവേയയിലെ വിശുദ്ധ ടുറൂബിയൂസ് മെത്രാനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. സ്പെയിനിൽ മൊഗ്രോവായോ എന്ന സ്ഥലത്ത് 1538 നവംബർ 6 ടുറൂബിയസ് ഭൂജാതനായി. ഭക്തകൃത്യങ്ങൾ പാരമ്പര്യമെന്നവണ്ണം അനുഷ്ഠിച്ചിരുന്ന കുടുംബത്തിൽ വളർന്നു വന്ന ബാലൻ സകലർക്കും ഒരു മാതൃകയായിരുന്നു. ഒഴിവു സമയമെല്ലാം അവൻ ഭക്തകൃത്യങ്ങൾക്കോ
ദരിദ്ര സേവനത്തിനോ ആണ് വിനിയോഗിച്ചിരുന്നത്. അനുപമമായിരുന്നു ജീവിത തപസ്. കാൽനടയായി വിദൂര തീർത്ഥയാത്രകൾ അദ്ദേഹം പോവുകയും അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഈ തപോജീവിതത്തിനിടയ്ക്ക് ടുറൂബിയസ് സിവിൽ നിയമങ്ങളും സഭാ നിയമങ്ങളും പഠിച്ച് പ്രാവീണ്യം നേടിയിരുന്നു. ഇത് മനസ്സിലാക്കിയ ഫിലിപ്പ് ദ്വിതീയൻ രാജാവ് അദ്ദേഹത്തെ ഗ്രനഡയിലെ ന്യായാധിപനായി നിയമിച്ചു. പ്രസ്തുത ജോലിയിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ തെക്കേ അമേരിക്കയിൽ പെറു സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ ലീമായിലെ ആർച്ച് ബിഷപ്പായി നിയമിച്ചത്. ഈ ബഹുമതി ഉപേക്ഷിക്കാൻ അദ്ദേഹം വളരെ ഉത്സാഹിച്ചുവെങ്കിലും പരിശുദ്ധ പിതാവ് അദ്ദേഹത്തോട് പട്ടവും മെത്രാഭിഷേകവും സ്വീകരിക്കുവാൻ ആജ്ഞാപിച്ചു. 1587 ടുറൂബിയസ് ലീമായിലെത്തി ആർച്ച് ബിഷപ്പിന്റെ ജോലികൾ ഏറ്റെടുത്തു. ലീമാ നിവാസികൾക്ക് പുതിയ ആർച്ച് ബിഷപ്പ് പുണ്യത്തിന്റെ ഒരു മാതൃകയായിരുന്നു. ദീർഘമായ ധ്യാന പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അദ്ദേഹം ദിവ്യബലി അർപ്പിച്ചിരുന്നത്. ദിവസം തോറും പാപസങ്കീർത്തനം കഴിച്ചിരുന്നു. രൂപതയുടെ എല്ലാ ഭാഗങ്ങളും അദ്ദേഹം 3 പ്രാവശ്യം സന്ദർശിച്ചു. 100,000 കിലോമീറ്റർ അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അനേകരെ സ്നാനപ്പെടുത്താനും അനേകർക്ക് സ്ഥൈര്യലേപനം നൽകാനും ഈ യാത്രകൾ ഉപകരിച്ചു. തെക്കേ അമേരിക്കയിലെ 1ാമത്തെ സെമിനാരി ടുറൂബിയസ് ആണ് സ്ഥാപിച്ചത്. 13 രൂപതാ സൂനഹദോസുകളും 3 പ്രാദേശിക സൂനഹദോസുകളും അദ്ദേഹം നടത്തി. ദരിദ്രർക്ക് ധർമ്മം നൽകുകയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഭക്താഭ്യാസം. രൂപതയിൽ 3ാമത് സന്ദർശനം നടത്തുമ്പോഴാണ് മരണകരമായ രോഗം പിടിപെട്ട് 1606 മാർച്ച് 23-ാം തീയതി അദ്ദേഹം ഈ ലോകവാസം വെടിഞ്ഞത്. തിരുപാതയം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നോട് അരുളി ചെയ്യപ്പെട്ട സംഗതികൾ ഓർത്ത് ഞാൻ ആനന്ദിച്ചു. കർത്താവിന്റെ ഭവനത്തിലേക്ക് നമുക്ക് പോകാം. ആർച്ച് ബിഷപ്പ് ടുറൂബിയസ് അധ്വാനത്തിന്റെയും ദാനധർമ്മത്തിന്റെയും പ്രതീകമാണ്. ആധ്യാത്മിക പുരോഗതിക്ക് ഉത്തമ മാർഗങ്ങൾ അധ്വാനവും ദാനധർമ്മവും തന്നെ. പ്രിയമുള്ളവരെ, ടുറൂബിയസ് മെത്രാന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് വലിയ നോമ്പ് 21-ാം ദിവസവും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ വണക്കമാസം 23-ാം ദിവസത്തിലേക്കും പ്രവേശിക്കുന്ന ഇന്നത്തെ ഈ സുദിനത്തിൽ വചനജ്വാല 1300 ദിനങ്ങൾ പിന്നിടുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും 1300-ാം എപ്പിസോഡിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം കൂടി ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.